Hi friends, welcome all. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റൻ ഈസ് ഗിവൺ ബൈ ഇന്റഗ്രേറ്റ് z square minus 1 divided by z square plus 1 in the counter clockwise sense around the circle mod z is equal to 1 by 2 and second one is modulus of z minus I equal to 1. So ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് C1 എന്നുള്ള കോണ്ടൂർ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ C എന്നുള്ള കോണ്ടൂർ ആയിട്ട് വരുന്നത് മോഡ് z is equal to 1 by 2 എന്നുള്ള സർക്കിൾ ആണ്. രണ്ടാമത്തതിലെ കോണ്ടൂർ ആയിട്ട് വരുന്നത് മോഡ് z minus I equal to 1 എന്നുള്ള സർക്കിൾ ആണ്. സോ we have to evaluate integral over C f of z dz. C എന്നുള്ളത് ഫസ്റ്റ് വണ്ണിൽ മോഡ് z is equal to 1 by 2 and second വണ്ണിൽ modulus of z minus I equal to 1. And f of z is z square minus 1 divided by z square plus 1. So in order to evaluate the integral, first of all we can plot the contour corresponding to the question. ഓരോ ക്വസ്റ്റ്യൻസിന് corresponding ആയിട്ടുള്ള കോണ്ടൂർ ഏതാണ് വരുന്നത് നോക്കാം. നമുക്ക് ഡെഫിനിഷൻസ് ഉപയോഗിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതേപോലെ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് z of t z dash of t dt എന്നുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. റെസിഡ്യൂസ് തിയറം ഉപയോഗിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോഷീസ് നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കോൺസെപ്റ്റ്സ് ആണോ ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ ഏത് റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഇവിടെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മുടെ ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യാം. മോഡ് z is equal to 1 by 2. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നാൽ ജസ്റ്റ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോണ്ടൂർ ഒന്ന് പ്ലോട്ട് ചെയ്യാം. മോഡ് z is equal to 1 by 2 എന്ന് പറഞ്ഞാൽ മോഡ് z minus a is equal to some റോ എന്ന് പറഞ്ഞാൽ a സെന്റർ ആയിട്ട് റോ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സോ മോഡ് z is equal to 1 by 2 എന്ന് പറയുമ്പോൾ 0 സെന്റർ ആയിട്ട് 1 by 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരും. ഓക്കെ, ജസ്റ്റ് ഒരു സർക്കുലർ റീജിയൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഫിഗർ ഒന്നും കൂടി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, 0 is the center and 1 by 2 is the radius of circle and we have given the function f of z is given by z square minus 1 divided by z square plus 1. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് ഗിവൺ കോണ്ടൂറും അതേപോലെ കോണ്ടൂറിന്റെ ഇന്റീരിയറും നമുക്ക് തന്നിട്ടുള്ളത്. കോണ്ടൂർ ഏത് സെൻസിലാണ്? കോണ്ടൂർ ഇൻ പോസിറ്റീവ് സെൻസ് ആണ്. പോസിറ്റീവ് സെൻസ് മീൻസ് കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ് ആണ്. സോ ഗിവൺ കോണ്ടൂറും കോണ്ടൂറിലെ പോയിന്റ്സ് അതേപോലെ അതിന്റെ ഇന്റീരിയറിൽ ഗിവൺ ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എഫ് ഓഫ് സെഡ് എന്നുള്ള ഗിവൺ ഫംഗ്ഷൻ പി ബൈ ക്യൂ ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. ഈ തരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസും അനാലിറ്റിക് അല്ലാത്ത ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് ആണ് വരിക. സോ z square plus 1 equal to 0 will implies z square is equal to minus 1. This will implies z is equal to root of minus 1 and that will implies z is equal to plus or minus I. So if z is equal to I or z is equal to minus I, then the function f of z is equal to z square minus 1 divided by z square plus 1 is not analytic. I ആകുന്ന സമയത്തും മൈനസ് I ആകുന്ന സമയത്തും ഗിവൺ ഫംഗ്ഷൻ എന്തല്ല തന്നിട്ടുള്ള കോണ്ടൂറിന്റെ ഉള്ളിൽ ഗിവൺ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. പക്ഷെ നമുക്ക് ഇവിടെ തന്ന കോണ്ടൂർ ആരാണ്? മോഡ് z is equal to 1 by 2. I എന്നുള്ള പോയിന്റിന്റെ മോഡുലസ് 1 ആണ്. അതേപോലെ മൈനസ് I എന്നുള്ള പോയിന്റിന്റെ മോഡുലസും 1 ആണ്. ആ രണ്ട് പോയിന്റ്സും I നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. I ഇവിടെ ചൂസ് ചെയ്യാം. മൈനസ് I എന്നുള്ളത് ഇവിടെയും വരും. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും ഗിവൺ കോണ്ടൂറിന്റെ ഉള്ളിലോ കോണ്ടൂറിലെയോ പോയിന്റ്സ് അല്ല. സോ ദ പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ z square minus 1 divided by z square plus 1 is not analytic are I and minus I which are outside the contour. Hence we can conclude that f of z equal to z square minus 1 divided by z square plus 1 is analytic
on and interior of the given contour mod z is equal to 1 by 2. So ഒരു കോണ്ടൂർ തന്നു, mod z is equal to 1 by 2 എന്നുള്ള ഒരു കോണ്ടൂർ നമ്മൾ എടുത്തു. ആ കോണ്ടൂറിന്റെ ഉള്ളിലും കോണ്ടൂറിലും എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. hence by Cauchy-Quasar theorem, integral over mod z is equal to 1 by 2 z square minus 1 divided by z square plus 1 dz equal to 0. Cauchy-Quasar theorem പറയുന്നത് ഏതെങ്കിലും ഒരു കോണ്ടൂർ പോസിറ്റീവ് സെൻസിൽ തന്നു, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആണെന്നുണ്ടെങ്കിൽ ആ കോണ്ടൂറിലെയും കോണ്ടൂറിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. സോ ബൈ Cauchy-Quasar theorem, the integral of z square minus 1 divided by z square plus 1 over mod z is equal to 1 by 2 is 0. Now we have to evaluate the second question. Second question ചോദിക്കുന്നത് modulus of z minus i equal to 1 എന്നുള്ള റീജിയൻ ആണ്. സോ modulus of z minus i equal to 1 എന്നുള്ള റീജിയൻ പ്ലോട്ട് ചെയ്യുക, ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഉണ്ടോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ mod z minus i equal to 1 എന്നുള്ള റീജിയൻ കോണ്ടൂർ ഏതാണെന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു mod z minus z naught equal to rho എന്ന് പറഞ്ഞാൽ z naught സെന്റർ ആയിട്ട് റോ റേഡിയസ് ഉള്ള സർക്കിൾ. സോ ഇവിടെ നമ്മൾ ഫിഗർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഐ സെന്റർ ആയിട്ട് ഐ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക, ഐ സെന്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ വരും. mod z minus i equal to 1 is a circle centered at i and whose of radius 1. centered at i എന്ന് പറയുമ്പോൾ റേഡിയസ് 1 വരുമ്പോൾ മുകളിലേക്ക് 1 യൂണിറ്റ് വരും, താഴോട്ട് 1 യൂണിറ്റ് വരും. ടോട്ടലി നമുക്ക് ഈ ഒരു രൂപത്തിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് mod z is equal to mod z minus i equal to 1 is a circle centered at i is of radius 1. റേഡിയസ് 1 ഉള്ള സർക്കിൾ ആണ്. ഇനി നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക. z square minus 1 divided by z square plus 1 which is equal to, നമ്മൾ ഓൾറെഡി ചെയ്തു, z square minus 1 divided by z plus 1 നെ z minus i into z plus i എന്ന് എഴുതാം. കാരണം z square plus 1 equal to 0 will implies z is equal to i or minus i. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റൂട്ട് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് z minus i into z plus i എന്ന് എഴുതാം. So f of z is equal to z square minus 1 divided by z square plus 1 which is equal to z square minus 1 divided by z minus i into z plus i. And this is our contour sense in the counter clockwise direction. ഇനി ഈ കോണ്ടൂറിന്റെ ഉള്ളിൽ ഗിവൺ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക. അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഐയും വരുന്നുണ്ട്, ഐ ഓർ മൈനസ് ഐ. ഈ രണ്ട് പോയിന്റ്സ് എടുക്കുന്ന സമയത്തും z square minus 1 divided by z square plus 1 എന്നുള്ള ഫംഗ്ഷൻ എന്തല്ല? അനാലിറ്റിക് അല്ല. സോ ഐയും വരും മൈനസ് ഐയും വരും. ഇനി കോണ്ടൂറിന്റെ ഉള്ളിൽ ഏതേ വരുന്നുള്ളൂ? മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ വരിക. മൈനസ് ഐ ഈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ ആൻഡ് ഐ ഈസ് ഇന്റീരിയർ ടു കോണ്ടൂർ. സോ മൈനസ് ഐനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഐ എന്നുള്ളത് എന്തിന്റെ ഉള്ളിലാണെന്ന് പറയാം? കോണ്ടൂറിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് z square minus 1 divided by z square plus 1 എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ mod z minus i equal to 1 എന്നുള്ള കോണ്ടൂറിൽ എന്തല്ല? അനാലിറ്റിക് അല്ല. അനാലിറ്റിക് അല്ലാത്തതുകൊണ്ട് നമുക്ക് Cauchy-Quasar theorem അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഇനി അനാലിറ്റിക് അല്ലാതിരുന്നാൽ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തു, z square minus 1 divided by z plus i into z minus i എന്ന് ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ ഈ ഒരു രൂപത്തിൽ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് അനാലിറ്റിക് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുലയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സോ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ടോട്ടൽ ഫംഗ്ഷന് അനാലിറ്റിക് അല്ലാത്ത പാർട്ട് വരുന്നത് ഡിനോമിനേറ്ററിലെ ഈ ഒരു ടേം ആണ്. അപ്പൊ അതിനെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവർ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എടുക്കുക. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? z square minus 1 divided by z plus i whole divided by z minus i. Okay, z square minus 1 divided by z plus i whole divided by z minus i എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സാധനം. ഇതിൽ i എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല,
z square minus 1 divided by z plus I എന്നുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാതെ ഇരിക്കണമെങ്കിൽ z is equal to minus I ആവണം. പക്ഷേ മൈനസ് I എന്നുള്ളത് കോണ്ടൂറിന്റെ പുറത്തുള്ള പോയിന്റ് ആണ്. സോ ദ ഫംഗ്ഷൻ z square minus 1 divided by z plus I is analytic on the contour mod z minus I equal to 1 on and interior to mod z minus I equal to 1 എന്നുള്ള കോണ്ടൂറിലും അതേപോലെ ആ കോണ്ടൂറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ആൻഡ് വി ഹാവ് therefore the function f of z equal to some g of z divided by z plus I where g of z is equal to z square minus 1 divided by z plus y which is analytic. ഈ ഒരു രൂപത്തിൽ നമുക്ക് given ക്വസ്റ്റിനെ ഗിവൺ ഫംഗ്ഷനെ മാറ്റിയിട്ട് എഴുതാം. അനാലിറ്റിക് ആയിട്ടുള്ള പാർട്ട് എടുത്തു, അനാലിറ്റിക് അല്ലാത്ത പാർട്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ ഒരു ഗിവൺ ക്വസ്റ്റിനെ മാറ്റി എഴുതി. ഇനി ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു റിസൾട്ട് ആണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല സ്റ്റേറ്റ് ചെയ്യുന്നത് എഫ് എന്നുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ തന്നു. ലെറ്റ് എഫ് ബി എ അനാലിറ്റിക് ഫംഗ്ഷൻ എവരിവെയർ വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരുന്നു നമ്മൾ എടുത്ത കോണ്ടൂർ സി. അതിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എഫ്, ടേക്കൺ ഇൻ ദ പോസിറ്റീവ് സെൻസ്, ദാറ്റ് മീൻസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇഫ് z naught is an any point interior to c, then the value of f of z naught is equal to 1 by 2 pi I integral over c f of z divided by z minus z naught. സോ ഇവിടെ നമുക്ക് z minus z naught എന്നുള്ള പോയിന്റ് ആയിട്ട് വരുന്നത് z plus I ആണ്. ആരായിരുന്നു വന്നത്? സോറി, z minus I എന്നുള്ള ഫാക്ടറിൽ നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആയിട്ട് വന്നത് I എന്നുള്ള പോയിന്റ് ആയിരുന്നു. അപ്പൊ z നോട്ട് ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? z നോട്ട് ആയിട്ട് I നെ ചൂസ് ചെയ്യാം. f ആയിട്ട് നമുക്ക് z സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് I എന്നുള്ളതിനെ ചൂസ് ചെയ്യാം. ആ ഫംഗ്ഷൻ ഗിവൺ കോണ്ടൂറിൽ അനാലിറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ആ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 2 pi I നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് 2 pi I into f of z naught വരും. സോ f of z naught നെ 2 pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. Hence by Cauchy's integral formula, integral over mod z minus I equal to 1, z square minus 1 divided by z square plus 1 equal to integral over mod z minus I equal to 1, z square minus 1 by z square plus 1 നെ നമ്മളൊന്ന് മാറ്റിയിട്ട് z square minus 1 divided by z plus I whole divided by z minus I dz എന്ന്. Okay, which is equal to f അനാലിറ്റിക് ആണ്. f അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 pi I into f of z naught. ഇവിടെ നമ്മൾ g of z naught എന്ന് എഴുതണം. g of z is equal to z square minus 1 divided by z plus I, and z naught is given by I. So this will be equal to, just നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 pi I എന്ന് എഴുതാം. g of I എന്ന് പറഞ്ഞാൽ I square minus 1 divided by z I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I plus I വരും. That is equal to 2 pi I into I plus I നെ 2I എന്ന് ഡിനോമിനേറ്ററിൽ എഴുതാം. I square എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം -1 എന്ന് പറഞ്ഞാൽ -2 വരും. സോ -2നെയും 2നെയും ക്യാൻസൽ ചെയ്തു, I-നെയും ക്യാൻസൽ ചെയ്തു. ഫൈനൽ ആൻസർ ആയിട്ട് ആര് വരും? -2 pi. Hence the integral of z square minus 1 divided by z square plus 1 over mod z minus I equal to 1 is -2 pi by Cauchy's integral formula. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് രൂപത്തിലാണ് ചെയ്തത്. ആദ്യത്തിലെ ഫംഗ്ഷൻ അനാലിറ്റിക് ആയതുകൊണ്ട് കോഷി-ഗുസാർട്ട് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണെന്നും, രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്തത് കൊണ്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രലിന്റെ വാല്യൂ 2 pi I into f of z naught എന്നുള്ള ഫോർമാറ്റിലാണ് ചെയ്തത്. ഇവിടെ നമ്മൾ g of I എന്നാണ് ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ g of z എന്നാണ് വിളിച്ചത്. സോ ഇവിടെ g of I എന്ന് എഴുതി. z naught എന്നുള്ളത് I എന്നുള്ള പോയിന്റ് ആയിട്ട് ഫൈനൽ ആൻസർ ആയിട്ട് -2 pi എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ മീറ്റ് ചെയ്യാം.
Okay, thank you.